സങ്കീർത്തനങ്ങൾ 18:29. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. ഈ സങ്കീർത്തനം രചിച്ച ദാവീദിൻ്റെ ഒരു ഉറച്ച പ്രസ്താവനയാണ് ഈ വാക്യം. അപ്പോൾ തന്നെ ആത്മീയ പോരാട്ടത്തിലാണ് ഓരോ ദൈവ പൈതലും എന്നതിനാൽ ഇതൊരു ദൈവിക വാഗ്ദത്തം കൂടെയാണ്. തന്നേക്കാൾ അനേക മടങ്ങ് ശക്തരായ ശത്രുക്കളോട്, അവരുടെ അന്നത്തെ ആധുനിക യുദ്ധായുധങ്ങളോട് ഇതൊന്നുമില്ലാതെ ഏറ്റുമുട്ടേണ്ടി വന്ന ദാവീദ് ഒരിക്കൽ പോലും പരാജയം നേരിടാത്തതിൻ്റെ കാരണം തൻ്റെ സ്വശക്തിയാലോ ബുദ്ധിയാലോ അല്ല യുദ്ധം ചെയ്തത് എന്നതാണ്. എല്ലായ്പ്പോഴും ദൈവത്തോട് എന്ത് ചെയ്യണമെന്ന് ആലോചന ചോദിക്കുകയും ദൈവം ജ്ഞാനം നൽകുകയും ചെയ്തു. മറ്റാരും ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത യുദ്ധതന്ത്രങ്ങൾ ദാവീദ് പ്രയോഗിക്കുകയും അവ വഴിത്തിരിവുകളാവുകയും ചെയ്തത് ഈ ആധുനിക കാലത്ത് പോലും പാഠപുസ്തകങ്ങളാണ്. നമുക്ക് ആത്മീയ പോരാട്ടങ്ങൾ നിരന്തരമുണ്ട്. ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചാണ് നാം അവയോട് എതിർത്ത് നിൽക്കേണ്ടത്. ഈ സർവായുധവർഗങ്ങൾ എന്നത് ഭൗതിക ആയുധങ്ങളല്ല. നമുക്ക് മനുഷ്യരോട് അഥവാ ജഡരക്തങ്ങളോടല്ല പോരാട്ടമുള്ളത്. അതുകൊണ്ട് തന്നെ മനുഷ്യരോട് പോരാടുന്ന ആയുധങ്ങൾ ഇവിടെ പ്രയോജനമില്ല. എന്നാൽ ഇരുളിൻ്റെ മറവിലിരുന്ന് മനുഷ്യൻ്റെ ക്രമങ്ങളെ സ്വാധീനിക്കുന്ന അന്ധകാര ശക്തികളോടാണ് നമുക്ക് യുദ്ധമുള്ളത്. അതിനാവശ്യം ആത്മീയ ശക്തിയും ആത്മീയ ആയുധങ്ങളുമാണ്. അദൃശ്യ ശക്തികളോട് പോരാടുമ്പോൾ നാം ഉറച്ചു നിൽക്കേണ്ടതിന് ദൈവത്തിൻ്റെ അമിത ശക്തിയാൽ നിറയണം. പ്രാർത്ഥനയും ഉപവാസവും മാത്രമല്ല, നമ്മുടെ സ്വഭാവം ക്രിസ്തുവിനോട് അനുരൂപപ്പെടുന്ന മാനസാന്തര അനുഭവവും നമ്മെ ദൈവശക്തിയാൽ നിറയ്ക്കും. യുദ്ധങ്ങൾ എപ്പോഴും അസ്വസ്ഥതയുണ്ടാക്കുന്നതാണ്, എന്നാൽ നിലനിൽപ്പിന് അവ അനിവാര്യവുമാണ്. ആത്മീയ യുദ്ധങ്ങളും അങ്ങനെ തന്നെ. ചിലപ്പോഴെങ്കിലും ഭയം, നിരാശ, ഭാരം തുടങ്ങിയവ നമ്മെ അസ്വസ്ഥരാക്കാം. പക്ഷേ നമുക്ക് പോരാടിയേ തീരൂ. ഇവിടെയാണ് ദൈവത്തിൻ്റെ ഈ വാഗ്ദത്തം നമുക്ക് മുറുകെ പിടിക്കാനാവുന്നത്. നാം ഒറ്റയ്ക്കല്ല, മുന്നോട്ട് പോകാനാവില്ലെന്ന് ചിന്തിക്കേണ്ട. ദൈവത്താലാണ് നാം വൈരിയായ സാത്താനെ, അവൻ്റെ തന്ത്രങ്ങളെ, അവൻ്റെ സൈന്യത്തെ, അവൻ്റെ ഏത് ആയുധത്തെയും നേരിടുന്നത്. ജയവീരനായ നമ്മുടെ ദൈവത്താൽ നാം ഏത് തടസ്സങ്ങളെയും മറികടക്കും. ജയം സുനിശ്ചിതമാണ്. ഗഡ് ബ്ലസ് യു.